പിതാവേ, അങ്ങ് എവിടെയാണ്? ആര്യപുത്ര, അങ്ങ് എവിടെയാണ്? പിതാവേ, അങ്ങ് എവിടെയാണ്? മാതാവേ, അതാ. പിതാവേ, പിതാവേ. മകനെ ധർമാംഗത, സന്ധ്യാവലി, നീയും ഉണ്ടോ? ഇതെന്താ ഇതെന്താ പറ്റിയത്? എന്തിനാ ഈ വഴിയമ്പലത്തിൽ വന്ന് കിടന്നത്? എന്താ എന്താ ഉണ്ടായത്? എന്റെ സമാധാനം നഷ്ടമായിരിക്കുന്നു സന്ധ്യാവലി. എങ്ങോട്ടും തിരിയാൻ വയ്യാത്ത വിധത്തിൽ ഞാൻ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഇല്ല, അങ്ങേക്കൊന്നുമില്ല. അങ്ങേക്കൊന്നും സംഭവിക്കില്ല. വരൂ, കൊട്ടാരത്തിലേക്ക് പോകാം. അവിടെ അങ്ങേക്ക് സമാധാനം ഉണ്ടാകും. ഇല്ല, എവിടെ പോയാലും ഇദ്ദേഹത്തിന് സമാധാനം ഉണ്ടാവില്ല. ഇനി രുക്മാംഗതന് സമാധാനം ഉണ്ടാവണമെങ്കിൽ എന്റെ ആവശ്യം സാധിച്ചു തരണം. എന്നോട് ചെയ്ത വാഗ്ദാനം പാലിക്കണം. എന്താണ് അദ്ദേഹം നിന്നോട് ചെയ്ത വാഗ്ദാനം? എന്ത് വാഗ്ദാനമാണ് അദ്ദേഹം പാലിക്കേണ്ടത്? എന്നോട് ചേരുമ്പോൾ അദ്ദേഹം എനിക്കൊരു വാക്ക് തന്നിരുന്നു. ഞാൻ എന്ത് ആവശ്യപ്പെട്ടാലും അത് സാധിച്ചു തരുമെന്ന്. ഞാൻ എന്ത് പറഞ്ഞാലും അത് അനുസരിക്കുമെന്ന്. ഇപ്പോൾ ഞാനൊരു കാര്യം ആവശ്യപ്പെട്ടു. അത് സാധിച്ചു തരാൻ അദ്ദേഹത്തിന് വൈമനസ്യമുണ്ടത്രേ. വാക്ക് പാലിക്കാത്ത ഈ രാജാവിനെ ജനങ്ങളുടെ മുന്നിൽ നിർത്തി ഞാൻ വിസ്തരിക്കും. ഒരുപാട് സംസാരിക്കണമെന്നില്ല. പറയൂ, എന്താണ് നിങ്ങളുടെ ആവശ്യം? മറ്റൊന്നുമല്ല, വിദിശ രാജ്യത്ത് ഇനി ആരും ഏകാദശി വ്രതം നോക്കാൻ പാടില്ല. രുക്മാംഗത മഹാരാജാവിന്റെ കൽപ്പനയായി അത് പുറത്തു വരണം. മോഹിനി, നീ എന്നെ ധർമ്മസങ്കടത്തിലാക്കുകയാണ്. അങ്ങ് സങ്കടം വെടിഞ്ഞാലും ധർമ്മം അനുഷ്ഠിച്ചാലും ഏകാദശി ദിനം പുലരാൻ പോവുകയാണ്. പുലരും മുമ്പ് ഏകാദശി വ്രതാനുഷ്ഠാനം മുടക്കിക്കൊണ്ടുള്ള കൽപ്പന കൊടുത്താലും മഹാരാജൻ. മോഹിനി, ദയവ് ചെയ്ത് അത് മാത്രം നീ ചോദിക്കരുത്. വേറെ എന്തു വേണമെങ്കിലും നീ ആവശ്യപ്പെട്ടുള്ളൂ, നാം നടപ്പാക്കും, സാധിച്ചു തരും. ഇത് പക്ഷേ മുഴുവൻ വിദിശ നിവാസികളുടെയും ജന്മാന്തര പുണ്യത്തിന്റെ ഉപാധിയാണ്. അതിൽ നീ ശാഠ്യം പിടിക്കരുത്. ശരി, എങ്കിൽ ഞാൻ ഈ ആവശ്യം ഉപേക്ഷിക്കാം. പകരം മറ്റൊന്ന് ചോദിക്കാം. ചോദിച്ചോളൂ, എന്തു വേണമെങ്കിൽ ചോദിച്ചോളൂ. ഇതൊഴികെ മറ്റെന്ത് ചോദിച്ചാലും ഞാനത് സാധിച്ചു തരും. ചോദിച്ചോളൂ. മറ്റൊന്നും വേണ്ട. എനിക്ക് ഈ കുമാരന്റെ ശിരസ് അറുത്ത് തന്നാൽ മതി. എന്റെ ഈശ്വരാ! മോഹിനി, നീ നീ എന്റെ ശിരസ് ചോദിച്ചോളൂ. സന്തോഷത്തോടെ തരാം. പക്ഷേ എന്റെ ഈ മകൻ ലോകം കണ്ടിട്ടില്ലാത്ത, ലോകസുഖങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത എന്റെ ഈ ശിശുവിന്റെ ശിരസ് തന്നെ നിനക്ക് വേണോ? മഹാരാജൻ, വിദിശയിൽ ഏകാദശി വ്രതാനുഷ്ഠാനം നിരോധിക്കണമെന്ന് ഞാൻ അങ്ങയോട് ആദ്യം ആവശ്യപ്പെട്ടു. അങ്ങ് അത് നിരസിച്ചു. മറ്റെന്തു വേണോ ചോദിച്ചു കൊള്ളാൻ കൽപ്പിച്ചു. ഞാൻ ഈ കുമാരന്റെ ശിരസ് ചോദിച്ചു. അതും നിരസിക്കുകയാണോ അങ്ങ്? പിതാവേ, അവർക്ക് വേണ്ടത് എന്റെ ശിരസല്ലേ, അത് എടുത്തുകൊള്ളട്ടെ. മകനെ, എന്തു വന്നാലും നിന്നെ മരണത്തിന് വിട്ടുകൊണ്ടുള്ള പുണ്യം ഈ പിതാവിന് ആവശ്യമില്ല മകനെ. മോഹിനി, നിന്റെ നിശ്ചയം പോലെ നടക്കട്ടെ. വിദിശയിൽ ഇനി ആരും ഏകാദശി വ്രതം നോക്കില്ല. അതിനുള്ള കൽപ്പന നാം ഉടൻ തന്നെ കൊടുക്കുന്നതാണ്. പിതാവേ, ഈ തീരുമാനം അങ്ങയുടെ യശസ്സിന് കളങ്കം ചാർത്തുകയുള്ളൂ. സ്വന്തം മകന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരു ദേശത്തിന്റെ പുണ്യം നഷ്ടപ്പെടുത്തിയ ആളെന്ന് ജനം അങ്ങെ പഴിക്കും. അതിനിട കൊടുക്കരുത്. മകനെ, നീയും കൂടെ നമ്മെ ഇങ്ങനെ ധർമ്മസങ്കടത്തിലാക്കരുത്. പിതാവേ, ഞാനീ പറയുന്നതാണ് ധർമ്മം. അങ്ങ് ദയവായി അനുസരിക്കണം. മകനെ, നീ ഇങ്ങനെ തുനിഞ്ഞാൽ എനിക്കാരുണ്ട്? മാതാവിന് ദൈവമുണ്ട്, ഭഗവാൻ നാരായണനുണ്ട്. മാതാവ് ഭഗവാൻ നാരായണനെ പ്രാർത്ഥിക്കൂ. ഭഗവാനെ! മോഹിനി, ഞാൻ പിതാവിന്റെ മടിയിൽ കിടക്കും.
അപ്പോൾ നിങ്ങൾക്ക് എന്റെ തല വെട്ടാം. ഉണ്ണി, അമ്മ പ്രാർത്ഥിക്കൂ. ഭഗവാനെ, നാരായണ, നാരായണ. വൈകുണ്ഠനാഥ. സ്ഥാപിത താൽപര്യങ്ങൾ ഒരാളുടെ സ്ഥായിയായ നന്മകൾ ഇല്ലാതാക്കുന്നു. സ്ഥാപിത താൽപര്യങ്ങളാൽ നന്മ വെടിയുന്നവർ വിഷപ്പാമ്പിനെ പോലെ അപകടകാരികളാണ്. അവരെ കരുതിയിരിക്കണം.